നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫയർ എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തെപ്പറ്റി സംസാരിക്കുന്ന പ്രോഗ്രാമാണ്. അതായത് എന്തൊക്കെയാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾ നേരിട്ട, അതായത് ഡീലർഷിപ്പിൽ നിന്നായാലും സർവീസ് സെൻറ്ററിൽ നിന്നായാലും നേരിട്ട പ്രശ്നങ്ങൾ, അതുപോലെ നിങ്ങളിനി ഏത് വാഹനമാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറയാം. അതായത് കസ്റ്റമർക്ക് എന്ത് കാര്യവും തുറന്നു പറയാനുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ റാപ്പിഡ് ഫയർ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തായാലും കുറച്ച് കാലമേ ആണെങ്കിൽ റാപ്പിഡ് ഫയർ വളരെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ 4 വാഹന കസ്റ്റമേഴ്സിനെയാണ് കാണാൻ പോകുന്നത്. നമ്മളോടൊപ്പം ചേർന്ന് ഇന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഷിമ്മർ ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. നിങ്ങളുടെ വാഹനത്തെ പുതുപുത്തനായിട്ട് സംരക്ഷിക്കാൻ വേണ്ട പല തരത്തിലുള്ള ഡീറ്റെയിലിംഗ് പ്രോസസ്സുകളാണ് ഷിമ്മറിലുള്ളത്. ഡീറ്റെയിലിംഗ് വിത്ത് പാഷൻ എന്നുള്ളതാണ് ഷിമ്മറിൻ്റെ പരസ്യ വാചകം തന്നെ. ഓട്ടോമൊബൈൽ രംഗത്തെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളവരാണ് ഷിമ്മറിനെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാഷൻ എന്നത് ഷിമ്മറിൻ്റെ കൂടപ്പിറപ്പാണ് എന്ന് വേണമെങ്കിലും പറയാം. ഡീറ്റെയിലിംഗ് രംഗത്തെ പ്രൊഫഷണലുകളുടെ സാന്നിധ്യമാണ് ഷിമ്മറിനെ വ്യത്യസ്തമാക്കുന്നത്. കർശനമായ പരിശീലനം നേടിയ ശേഷമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട വാഹനത്തെ ഷിമ്മറിലെ ടെക്നീഷ്യന്മാരെ വിശ്വസിച്ചങ്ങ് ഏൽപ്പിക്കുന്നത്. ബോറോഫിൻ ട്രീറ്റ്മെൻറ്റാണ് ഷിമ്മറിലെ ഡീറ്റെയിലിങ്ങിലെ പ്രധാന താരങ്ങളിൽ ഒന്ന്. വാഹനത്തിന് സ്ക്രാച്ചിൽ നിന്നും സ്വേൾ മാർക്കിൽ നിന്നും കളർ ഫേഡിങ്ങിൽ നിന്നും സമ്പൂർണ്ണ സംരക്ഷണമാണ് ബോറോഫിൻ നൽകുന്നത്. അൾട്രാ ഹൈഡ്രോഫോബിക്കാണ് ബോറോഫിൻ. ലോട്ടസ് എഫക്റ്റ് നൽകാൻ ഇത് സഹായിക്കുന്നു. കൊച്ചിയിൽ ഗോൾഡ് സൂക്കിന് പിന്നിൽ 5000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഫെസിലിറ്റിയാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ സംരക്ഷണത്തിനായി ഷിമ്മർ ഒരുക്കിയിരിക്കുന്നത്. ഈ ഡസ്റ്റ് ഫ്രീ ടെമ്പറേച്ചർ കൺട്രോൾഡ് അന്തരീക്ഷം നിങ്ങളുടെ വാഹനം സമ്പൂർണ്ണ സംരക്ഷണം ഉറപ്പു തരുന്നു. അപ്പോൾ ഷിമ്മറിനെ പറ്റി കൂടുതലറിയാൻ നിങ്ങൾക്ക് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ ഡീറ്റെയിലിംഗ് പ്രോസസ്സുകളാണ് അവിടെ ഉള്ളത്, PPF എത്രത്തോളം ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾക്ക് പറ്റുന്നതാണ്, അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി നമ്പറിൽ വിളിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ റാപ്പിഡ് ഫയറിൽ പങ്കെടുക്കുന്നവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഹ്യുണ്ടായി അവരുടെ ഏതൊരു വാഹനം വന്നാലും പൊതുവേ അതിന് എൻലൈൻ എന്ന് പറയുന്നൊരു എഡിഷൻ, അതിൻ്റെ ഒരു എൻലൈൻ എഡിഷൻ കൊണ്ടുവരാറുണ്ട്. അത് സ്പോർട്ടി ആയിട്ടുള്ള ഒരു എഡിഷൻ എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ ക്രെറ്റയുടെ എൻലൈൻ വരുന്നുണ്ട്. നമ്മൾ അടുത്ത ആഴ്ച ഓടിക്കാൻ വിളിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് i20യുടെ എൻലൈൻ്റെ ഉടമയാണ്. നമസ്കാരം. പേര്? ബേസിലിൻ്റെ ഫാദറാണ് സജീവിനോട് നമുക്ക് സംസാരിക്കാം. ആദ്യം ഞങ്ങളും തുടങ്ങാൻ കഴിക്കട്ടെ. എന്തുകൊണ്ട് എൻലൈൻ? ചെറുപ്പക്കാരോട് എന്തുകൊണ്ട് എൻലൈൻ ചോദിക്കേണ്ട കാര്യമില്ല, എങ്കിൽ പോലും ചോദിക്കുകയാണ്. ഈ ഒരു സ്പോർട്ടി ഒരു ലുക്ക് കണ്ടിട്ട് തന്നെയാണോ ഇതിലേക്ക്? സ്പോർട്ടി ലുക്കാണ്. കാരണം നമ്മുടെ മുന്നത്തെ വണ്ടി ഒരു SX4 എന്ന് പറഞ്ഞ സെഡാൻ ഫോം ഫാക്ടർ ആയിരുന്നു. നല്ല എഞ്ചിൻ പവർ ഉണ്ട്. പക്ഷേ എൻലൈൻ എന്ന് പറയുമ്പോൾ ശരിക്കും ആ സെഗ്മെന്റിൽ 120 bhp പവറുള്ള എഞ്ചിനുള്ള ഒരു വണ്ടിയാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി ആ ടൈമിൽ ഞങ്ങൾ എടുക്കുന്നത് 2023-ലാണ്. അപ്പോൾ ആ ടൈമിൽ അങ്ങനത്തെ ഒരു വണ്ടിയില്ല. ഒരു പോളോ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പോയി. അപ്പോൾ അങ്ങനെയാണ് എൻലൈനിലേക്ക് എത്തുന്നത്. അപ്പോൾ അന്ന് ഓർഡിനറി i20 ഇതുമായിട്ട് എന്ത് വില വ്യത്യാസമുണ്ട്? ഒരു നമ്മളിത് N8 DCT എടുത്തതാണ്. അപ്പോൾ അതിന് 1 lakhന്റെ അടുത്ത് തന്നെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് ആസ്ക മോഡൽ. എന്നിട്ട് എങ്ങനെയുണ്ട് ഈ ഒരു സ്പോർട്ടിനെസ്? കാഴ്ചയിലല്ലാതെ ഡ്രൈവിലുണ്ട്. പിന്നെ സസ്പെൻഷൻ സ്റ്റിഫറാണ് റിലേറ്റീവ്. നമ്മൾ ആസ്റ്റ ഓടിച്ച് നോക്കുമ്പോൾ അതുമായിട്ട് നോക്കുമ്പോൾ സ്റ്റിഫർ സസ്പെൻഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് പോകുമ്പോൾ ഹാൻഡ്ലിംഗ് ഭയങ്കര കംഫർട്ടബിൾ ആണ്, ലൈക്ക് ലോങ് റൈഡ്സ്. അതേസമയം പോരായ്മയായിട്ട് പറയാം, ഷോർട്ട് ഇതിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ റോഡ്സിൽ പോകുമ്പോൾ ഒരു ചെറിയ ജിട്രീനെസ് ഉണ്ട്. ശരി. എങ്കിലും ഒരു സെഡാനിൽ നിന്നും ഒരു ഹാച്ച് ബാക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്പേസ് കുറവ് ഫീൽ ചെയ്യുന്നില്ല? ഇല്ല, ആക്ച്വലി നമ്മൾ വെന്യൂ ഓടിച്ചു ട്രൈ ചെയ്തായിരുന്നു. കാരണം SUV ടൈപ്പിലേക്ക് ഒന്ന് നോക്കിയായിരുന്നു. വെന്യൂ ഹൈ റൈഡറൊക്കെ നോക്കി. അപ്പോൾ അതിനകത്ത് വെന്യൂ വെച്ച് നോക്കുമ്പോൾ ഇതിന് ആക്ച്വലി സ്പേസ് ഉണ്ട്. നമ്മൾ സർപ്രൈസിങ് ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SX4-നേക്കാളും വീൽ ബേസ് ഉണ്ട് ഇതിന്. അത് നമുക്ക് അറിയില്ലായിരുന്നു, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വീതി നമ്മൾ ഡയമെൻഷൻസ് നോക്കുമ്പോൾ ആക്ച്വലി ഒരു സെഡാനിനേക്കാളും വീൽ ബേസും ഇതുണ്ട്. കാഴ്ച ഹാച്ച് ബാക്ക് ആണെങ്കിൽ ഈ വെനുവിന്റെ കാര്യത്തിൽ പറഞ്ഞത് ശരിയാണ്. വെനുവിന്റെ ബാക്ക് സീറ്റിൽ ഒരിക്കലും നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഷോൾഡർ റൂം കുറവാണ്. അത് ആ സെഗ്മെന്റിലെ ഇപ്പം സോണറ്റിലേക്ക് പോയാലും വെനു ആയാലും ഒക്കെ അത് അങ്ങനെ തന്നെയാണ്. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ? എന്താണ്? നമുക്ക് പാഡ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ലോങ് റൈഡ്സ് ഒക്കെ പോകുമ്പോൾ മറ്റേ ഒരു സ്പോർട്ടി രീതിയിൽ ഓടിക്കാൻ അടിപൊളിയാണ് 7 DCT. പിന്നെ എനിക്ക് പേഴ്സണലി ഞാനൊരു ടെക് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ടെക്നോളജി ഫീച്ചേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇത് ബ്ലാക്ക് വണ്ടി കൊണ്ട് വെയിലത്തിട്ട ചൂടായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് റിമോട്ട്ലി വണ്ടി ഓൺ ആക്കാം. അത് ഭയങ്കര ഒരു അനുഗ്രഹം. ഇപ്പോഴത്തെ കണ്ടീഷൻസിൽ അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ബാക്കി എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. പിന്നെ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഓൺ ആക്കുന്നതാണ് ഏറ്റവും ഒരു കീ. പിന്നെ നമുക്ക് വണ്ടി രാവിലെ തന്നെ എത്ര ഫ്യൂൾ റേഞ്ച് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ അതിൽ അറിയാൻ പറ്റും. എല്ലാ ആപ്പിൽ കാണാം. അതിനകത്ത് നമ്മളിപ്പോൾ ഒരു വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി പോയ റിപ്പോർട്ട്സും കൂടി ആപ്പിൽ വരും. അപ്പോൾ നമുക്ക്
എന്തോരം കൺസെപ്ഷൻ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ഡ്രൈവിംഗ് സ്റ്റൈൽ എങ്ങനെയുണ്ട് അതൊക്കെ റിപ്പോർട്ട്സ് വരും. അത് വളരെ ഒരു യൂസ്ഫുൾ ഫീച്ചർ ആണ് ആക്ച്വലി. എത്ര രൂപയായിരുന്നു ഇത് അന്ന് ഇതൊരു 14 അടുത്ത് വന്നു. കാരണം നമ്മൾ SOT കൂടി എടുത്താൽ DCT ആയതുകൊണ്ട് കംപ്ലൈൻറ്റ്സ് ഫ്യൂച്ചറിൽ വരുമോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. അതിപ്പോൾ കാരണം പോളോയിലാണെങ്കിലും ഇഷ്യൂസ് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിൽ ആഡ് ഓൺ പാക്കേജ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഈ ഡ്യുവൽ ക്ലച്ചിൽ എപ്പോഴും പലരും പറയുന്നത് വെച്ചാൽ അതിന് ഹീറ്റ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഓടിക്കും, അതങ്ങനെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇങ്ങനെ ഇഷ്യൂ വന്നിട്ടില്ല. ഞാൻ വെന്യൂയുടെ കേസിൽ അത് കേട്ടായിരുന്നു. പക്ഷേ അത് ഈ വണ്ടിക്ക് ഇന്നേ വരെ വന്നിട്ടില്ല. ഇപ്പോൾ 10K ആയി, ഫസ്റ്റ് ഇത് കഴിഞ്ഞു. സോഫ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ലോങ് ഡ്രൈവ് ഒക്കെ പോയിട്ടുണ്ടോ? ലോങ് ഡ്രൈവ് നമ്മൾ വൺ ഡേയിൽ തന്നെ തമിഴ്നാട് പോയി തിരിച്ചു വന്നിട്ടുണ്ട്. തേനി റൂട്ട് പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ പപ്പയും അനിയത്തിയൊക്കെ മാറി മാറി ഓടിച്ചു. ആർക്കും ഒരു ഇഷ്യൂ തോന്നിയില്ല. ബാക്കിലും നല്ല സ്പേഷ്യസ്, ഒരു 5 പേർക്കോളം മൊത്തത്തിലൊരു വണ്ടിയിൽ ഇരിക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട്. ഇനിയിപ്പോൾ എന്താണ് പരിപാടി? ഇത് ദീർഘകാലം കൊണ്ടു നടക്കാനാണോ അതോ ഇനി പുതിയ ഏതെങ്കിലും നോക്കുന്നുണ്ടോ? പുതിയത് നമുക്കൊരു SUV സെഗ്മെന്റിലേക്ക് ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ ക്രെറ്റ പോലത്തെ ഓപ്ഷൻസ് ആണ് വരുന്നത്. നമ്മൾ ഫുള്ളി ഇലക്ട്രിക്കിലേക്ക് പോകുന്നൊരു ഇതായിട്ടില്ല. കാരണം ഇപ്പോഴും ഒരു കൺസേൺ ഉണ്ട്. ഓടിച്ച് നോക്കിയോ ഏതെങ്കിലും ഇലക്ട്രിക്? ഇലക്ട്രിക് ഇലക്ട്രിക് റീസെന്റ് ഓടിച്ചിട്ടില്ല. പക്ഷെ ഫ്രണ്ട്സിന് നെക്സോണും ഇതൊക്കെ ഉള്ളവരുടെ ആണെങ്കിലും അവർ പറയുന്ന ഈ ലോങ് പോവാൻ നേരത്തെ ഒരു ഈ പ്ലാനിങ് ഭയങ്കരമായിട്ട് വേണം. അങ്ങനത്തെ കൺസെപ്റ്റ്. പിന്നെ നമുക്ക് ഇത് എടുക്കാൻ തന്നെ കാരണം ഇതിനൊരു ഡ്രൈവിംഗ് പ്രഷറുണ്ട്, ആ സൗണ്ട് എക്സോസ്റ്റ് ഇതാണല്ലോ. അപ്പോൾ ആ ഒരു ഇത് ഫീൽ ഗുഡ് ഫാക്ടർ അവിടെ മിസ്സിംഗ് ആയിരിക്കും എന്നൊരു കൺസേൺ ഉണ്ട്. അതാണ് പലപ്പോഴും പറയുന്ന ഒരു ജീവനില്ല, ഓടിക്കുമ്പോൾ ജീവനില്ല എന്നൊക്കെ പറയുന്നത് പെട്രോൾ ഹെഡ്സിന്റെ ഒരു വാചകമാണത്. അത് ഇലക്ട്രിക് ഓടിക്കുമ്പോൾ ജീവനില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ ഞാൻ ഇനി ഒന്ന് ഫാദറോട് സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിക്കാൻ കാര്യമുണ്ട്. 95 ഡൽഹിയിൽ നിന്ന് മാരുതി 800 ഓടിച്ച് വന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് ഞാൻ നേരത്തെ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ അതുകൂടി ചോദിച്ചേക്കാം. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഉണ്ടോ? ഞാനിപ്പോൾ ലീവിന് വന്നാണ്, ലണ്ടനിലാണ് വർക്ക്. ലണ്ടനിലാണ് അവിടെ വർക്ക് ചെയ്യണം. എത്ര വർഷം ഇപ്പോൾ അവിടെ? ഇപ്പോൾ 19 വർഷം. 19? 2005 പോയി. ശരി. അപ്പോൾ ഈ മൊത്തത്തിൽ ഇപ്പോൾ അവിടുത്തെ ഒരു വെഹിക്കിൾ സീനൊക്കെ ഒന്ന് മാറിയിരിക്കുകയാണ് അല്ലേ? ഇലക്ട്രിക്കിലൊക്കെ കുറേ പേര് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇലക്ട്രിക്കിൻ്റെ സമയമായോ എന്ന് സംശയിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇലക്ട്രിക്കിലേക്കൊക്കെ പോയില്ല. അവിടെ ഏതുകൊണ്ട് ഉപയോഗിക്കുന്നത്? അല്ല, അവിടെ ഞാൻ വണ്ടി ഉപയോഗിക്കുന്നില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നത് ഇത് ലെക്സസില്ലേ, ലെക്സസിൻ്റെ ഹൈബ്രിഡിന് മുമ്പുള്ളത് 300H ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ശേഷം 450H ഹൈബ്രിഡ്. അത് വളരെ സ്മൂത്താണ് വണ്ടി ഇരിക്കാനും. പിന്നെ ആ സമയത്ത് തന്നെ അവിടെ ഇലക്ട്രിക്കിൽ ഈ നിസാൻ്റെ ലീഫ് സന്ധ്യ അതേപോലത്തെ കുറേ വണ്ടികളൊക്കെ ഫിറ്റ്സ്രോയ സ്ക്വയറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇവിടുത്തെ ഇന്ത്യയിലേക്ക് എപ്പോൾ വരും എന്ന് എനിക്കറിയില്ല. ലീഫ് ഇന്ത്യയിലേക്ക് ഇനി വരാൻ സാധ്യത ഉടനെ ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. തന്നെ ലീഫിന് അന്നൊക്കെ റേഞ്ച് കുറവാണ് ശരിക്കും പറഞ്ഞ കാലത്ത്. അതുകൊണ്ട് അതിനൊക്കെ റേഞ്ചുള്ളതൊക്കെ വന്നല്ലോ. അപ്പോൾ അവിടെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് അത്ര എഫിഷ്യൻ്റ് ആവുന്നതാണോ? അതെ. പിന്നെ കൺജഷൻ ചാർജ് ഉണ്ട്. അതെ ഒത്തിരി പ്രോബ്ലമാണ്. ഈ കൺജഷൻ ചാർജ് എങ്ങനെയാണ് ഒന്ന് പറയാമോ? അവിടെ സിറ്റിയിൽ സെൻട്രൽ ലണ്ടനിൽ കൺജഷൻ ചാർജ് ഉള്ളതുകൊണ്ട് അധികം പേരും പബ്ലിക് ട്രാൻസ്പോർട്ട്, പിന്നെ പൈസ കൊടുക്കണം വണ്ടി കൊണ്ടുവരണമെങ്കിൽ. ബാക്കി വലിയ ഇഷ്യൂസ് ചെറിയ പണ്ടത്തെ ഇതായതുകൊണ്ട് റോഡ് ഒക്കെ വളരെ ചെറുതാണ്. അവിടെ തന്നെ ഈ ബുഗാട്ടി വെറോണൊക്കെ ആളുകൾ ഉണ്ട്. പക്ഷേ രാത്രിയിലൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും. പകലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അത് വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിന് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ ഈ മാരുതി 800 ഡൽഹിയിൽ നിന്നൊക്കെ. ഡൽഹിയിൽ നിന്ന് ഞാൻ അത് 95 വാങ്ങിച്ചുകൊണ്ട് വന്നത്. വാങ്ങിക്കൊണ്ട് വന്നതാണ്. ശരി. വാങ്ങി ഇവിടെ വന്ന് അത് അന്ന് വെറും ഒരു റോഡ് മാപ്പ് മാത്രം. അന്ന് GPS ഒന്നുമില്ല. വഴിയൊക്കെ വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. വഴിയൊക്കെ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ തെറ്റിയിട്ടുമുണ്ട്. സ്റ്റേറ്റ് ഹൈവേയിലേക്കൊക്കെ കയറി നമ്മൾ ചുമ്മാ ഒരു മാപ്പ് ഉപയോഗിച്ചുകൊണ്ട്, സാധാരണ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട്. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് യാത്ര വളരെ ഇഷ്ടമാണ്. വണ്ടിയിലും മറ്റേ ട്രെയിനിലാണെങ്കിലും എല്ലാ രീതിയിലും യാത്ര വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അന്ന് എത്ര ദിവസം കൊണ്ട് ഓടിച്ചെത്തി? 5ാമത്തെ ദിവസം. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾട്ട് ചെയ്തതാണ് നമ്മൾ. പകൽ മാത്രം, രാത്രിയിൽ ഓടിക്കില്ല. പകൽ മാത്രമേ ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. ഇപ്പം അടുത്ത കാലത്ത് അങ്ങനെ ആ വഴികളിലൂടെ പോയിട്ടുണ്ടോ? ഇല്ല. ഇപ്പം ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പം മൊത്തത്തിൽ വമ്പൻ ഹൈവേകളും ഒക്കെ ആയി. അതെ. ഇപ്പം എല്ലാവരും ദിവസവും അവിടുന്ന് എനിക്ക് തോന്നുന്നു 10-25 വണ്ടിയെങ്കിലും ദിവസം കേരളത്തിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇപ്പം ഈ ലക്ഷറി കാറുകളൊക്കെ. അപ്പോൾ ഇപ്പം ഒരു ദൂരം അല്ലാതായെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ എനിക്ക് ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് തന്നെ ഒന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും മോൻ അപ്പോൾ താല്പര്യം ഉണ്ടായിരുന്നില്ല ഓട്ടോമാറ്റിക്. എനിക്ക് ശരിക്കും ഒരു
ഒരു ജർമ്മൻ വണ്ടിയോടായിരുന്നു താല്പര്യം. ആ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പക്ഷേ ഇവിടെ എങ്ങനെയാണ് സർവീസ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതെവിടെ ആയാലും സർവീസ് മോശമല്ല. യൂറോപ്പിൽ പക്ഷേ നല്ല അതെ. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് ഒരു രാജ്യത്ത് പോയപ്പോൾ യൂറോപ്പിൽ തന്നെയാണ്. എൻ്റെ ഫ്രണ്ടിന് പോർഷക്കേനുണ്ട്. പോർഷക്കേൻ്റെ എഞ്ചിൻ എന്തോ പ്രശ്നം വന്നിട്ട് കക്ഷി അപ്പം തന്നെ പുതിയ എഞ്ചിൻ തന്നെ വാങ്ങിച്ചു വെച്ചു. ഇവിടെ പോർഷക്കേൻ്റെ എഞ്ചിൻ വാങ്ങിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ എന്നാലും ഇതൊക്കെ ഓടിച്ചു നോക്കിയോ ഈ വണ്ടിയൊക്കെ? പിന്നെ എങ്ങനെയുണ്ട്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല എന്നുവെച്ചാൽ 120 PS-ൻ്റെ അടുത്ത് പവറുണ്ട്, പിന്നെ DCT ആണ്. അപ്പോൾ എല്ലാ രീതിയിലും നല്ല പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വണ്ടി. പിന്നെ ബാക്കിലൊക്കെ ഇരിക്കാൻ നല്ല സ്പേഷ്യസ് ബാക്ക്, അതാണ് വളരെ അട്രാക്ട് ചെയ്തത്. ഹ്യുണ്ടായി എങ്ങനെയുണ്ട് അവിടെ UK-ൽ? ഹുണ്ടായുടെ i30 അത് ഞാൻ കുറച്ച് വലിയ, പക്ഷെ ഞാൻ അതിനകത്ത് കയറിയിട്ടില്ല. എനിക്ക് കൂടുതൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹുണ്ടായോട് താല്പര്യം ഉണ്ടായിരുന്നില്ല ആദ്യം. പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിനി ക്രേറ്റ ഞാൻ കണ്ടു, പുതിയ ക്രേറ്റ കണ്ടു. വളരെ നല്ല വണ്ടിയായിട്ട് എനിക്ക് തോന്നി. അഡാസ് ഫീച്ചേഴ്സ്, ഇന്റീരിയറൊക്കെ വളരെ പോഷായിട്ടുണ്ട്. പോപ്പുലറിന്റെ സർവീസ് വളരെ നല്ല സർവീസാണ്. നമ്മളായിട്ട് വളരെ വർഷങ്ങളായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഡീലർഷിപ്പാണ്. ഞാൻ മോനോട് പറയുകയും ചെയ്തു, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വണ്ടി എടുത്താലും കുഴപ്പമില്ല, കാരണം നല്ല സർവീസാണ്. നല്ല സർവീസാണ്. സർവീസ് കോസ്റ്റോ 6,000-7,000 റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ളൂ. 6,000 ഒന്നും കുഴപ്പമില്ല ഈ ഒരു. അതെ, DCT ഒക്കെ ഉള്ളത്. പിന്നെ മൈലേജ് ചെറിയൊരു ഇതുണ്ട്, കാരണം അത് എന്നാ വെച്ച് കഴിഞ്ഞാൽ ക്രൂസിലൊക്കെ ഇട്ട് ഓടിച്ചാലാണ് ഇവർ പറയുന്നത് 20 കിട്ടുള്ളൂ. ഇതൊരു 10-12. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത്തരം പെർഫോമൻസ് വണ്ടികളെല്ലാം നമ്മൾ കാല് കൊടുത്ത് ഓടിക്കും, അതോടെ മൈലേജ് ഡ്രോപ്പ് ആവും. അതാണ് അതിൻ്റെ അകത്ത് കാര്യമുള്ളൂ. അതെ, എങ്കിലും വളരെ എപ്പോഴും ഓട്ടോമാറ്റിക് വണ്ടികൾ നമ്മൾ ഓടിക്കുന്ന രീതിക്ക് അനുസരിച്ചാണ് മൈലേജ് വരുന്നത്. അതെ അതെ. അപ്പോൾ ഇത് മര്യാദയ്ക്ക് ഓടിച്ചതിന് നല്ല മൈലേജ് കിട്ടും, പക്ഷെ ഒരിക്കലും നമ്മൾ മര്യാദയ്ക്ക് ഓടിക്കും. കോതമംഗലത്ത് നിങ്ങോട്ട് വന്നപ്പോൾ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു. അപ്പോൾ ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിങ്. അപ്പോൾ ലണ്ടനിൽ വെച്ച് കാണാം. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഇനി ഇന്ത്യയിൽ പല ഭാഗത്തും ഓടിച്ച് വന്ന ഒരു താറിൻ്റെ ഉടമകളായ ദമ്പതികൾ. നമസ്കാരം. പേര്? നമസ്കാരം. ഇമ്മാനുവൽ. മോളെ പേര്? ഹന്ന. അതെ, ഹന്നയിലേക്ക് വരാവേ, മൈക്കിൻ്റെ ക്ഷാമം ഉണ്ടതാ. അപ്പോൾ താർ ഓടിച്ച് ഒരു വലിയ യാത്ര കഴിഞ്ഞ് വന്നിരിക്കണം അല്ലേ? ഒരു മാസം നീണ്ട ഇന്ത്യ യാത്ര. ഇന്ത്യ പോകാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അത് ആദ്യം ഇതിൽ നമുക്ക് നോർത്ത് ഈസ്റ്റ് സൈഡ് മാത്രമേ കവർ ചെയ്യാൻ പറ്റായിരുന്നുള്ളൂ. ബാക്കി ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്തു. എത്ര ദിവസം എടുത്തു? ഞങ്ങൾക്ക് ഒരു മാസം. ജനുവരി 29 സ്റ്റാർട്ട് ചെയ്തു. മാർച്ച് 1 ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ എന്താ ചെയ്യുന്നത്? ഞാൻ ഡെന്റിസ്റ്റാണ്. ശരി, നമ്മളൊരു ഡെന്റിസ്റ്റിനെ ഇന്ന് കണ്ടതേ ഉള്ളൂ. അപ്പം വൈചേട്ടൻ എൻ്റെ ക്ലിനിക്കിന്റെ ബാക്കിൽ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ EVM ഗ്രൂപ്പിലെ ജോസഫ് അങ്കിളിന്റെ ഒക്കെ മറ്റേ ഇത് റിവ്യൂ ചെയ്യാൻ വന്നില്ല, മരിയ ഹോട്ടൽ. അതിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ എൻ്റെ ക്ലിനിക്ക്. അത് ശരി. ഞങ്ങളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്യാമും ഞാനിവിടെ കഴിഞ്ഞ ദിവസം മൂന്നാർ പോയപ്പോൾ ശ്യാമിനോട് ഞാൻ പറഞ്ഞുള്ളൂ, ആ ഹോട്ടലിൽ വെച്ചാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. ശ്രീനാഥ് മരിച്ചത്, നടൻ ശ്രീനാഥ് മരിച്ചതൊക്കെ അവിടെ വെച്ചാന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ ബാക്കിലല്ലേ? അതിന്റെ നേരെ ഫ്രണ്ടിലാണ്. ഒരു യെല്ലോ കളർ ബിൽഡിംഗ് കണ്ടത്. ശരി. ഓക്കെ. അപ്പോൾ കുറെ കാലം പല്ലിന് അവധി കൊടുത്തു പോയി. കോതമംഗലക്കാരുടെ പല്ല് അവധി കൊടുത്തു. ശരി. എത്ര കാലമായി വണ്ടി എടുത്തിട്ട്? വണ്ടി എടുത്ത് ഞാൻ 2021. ആ സമയത്ത് ഇങ്ങനെ ഉദ്ദേശം ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ പോവുക എന്നുള്ളത്? നേരത്തെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ളൊരു ഡ്രീം ആയിരുന്നു. പിന്നെ അപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ പറ്റുന്ന ആളെ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി, സംസാരിച്ചു തുടങ്ങിയത് അല്ലേ? രണ്ടുപേരും മാറി ഡ്രൈവ് ചെയ്ത് പോയി. എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഇവിടെ നന്നായിട്ട് ഓടിയും. ഞങ്ങൾ 3 ആളും കൂടെ ഡ്രൈവ് ചെയ്ത് ശരിക്കും എൻജോയ് ചെയ്ത് തന്നെ പോയി. ശരി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് സംസാരിച്ച ആളോട് അദ്ദേഹം പറഞ്ഞേ ഉള്ളൂ, അദ്ദേഹം 95 ഡൽഹിയിൽ നിന്നും മാരുതി 800 വാങ്ങിച്ച് ഓടിച്ചു വന്ന സമയത്ത് വഴിയൊക്കെ വളരെ മോശമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇന്ത്യയുടെ റോഡിന്റെ അവസ്ഥ? ഞാൻ ഏകദേശം 2018 ഇതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഭയങ്കര വ്യത്യാസമുണ്ട്. റോഡൊക്കെ നല്ല ഡെവലപ്ഡ് ആണ്, പക്ഷേ ടോയ്ലറ്റ്സ് നമുക്ക് കിട്ടത്തില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അത് ഇപ്പം ഈ കേരളത്തിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു പെട്രോൾ പമ്പുകളിൽ നല്ല ടോയ്ലറ്റ്, പക്ഷെ അവിടെ ഒന്നും ഇപ്പോഴും ആയിട്ടില്ല അല്ലേ? ഇല്ല. ബാക്കി ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് രാജസ്ഥാനൊക്കെ മാത്രമേ കുറച്ച് പ്രശ്നം പറ്റുള്ളൂ, ബാക്കി എല്ലായിടത്തും നല്ല ഫുഡ്. പക്ഷെ നല്ല താപകളില്ലേ രാജസ്ഥാൻ? താപകളുണ്ട്, പക്ഷേ ചിലയിടത്തൊന്നും ഫുഡ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ്. എനിക്ക് തോന്നുന്നത് കടുകെണ്ണ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കും. ഗുജറാത്തും അല്ലേ ഫുഡ്? ഇതിനകത്ത് ഞങ്ങളൊരു മലയാളികൾ ഹെൽപ്പ് ചെയ്തിട്ടാണോ അവർ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. നമുക്ക് ഈ കാണുന്ന പോലെ ആൾക്കാരെ കാണുമ്പോൾ പേടിയാവുന്നേ ഉള്ളൂ, പക്ഷെ എല്ലാവരും ഭയങ്കര നമ്മളെ കാണുമ്പോൾ പേടിയാവുന്നില്ലെങ്കിലും നമ്മൾ അത്ര ശരിയല്ല എന്നുള്ളത്. പഞ്ചാബികൾ ഭയങ്കര സ്നേഹമായിരുന്നു. ശരി.
അപ്പം അതിനെപ്പറ്റി ഞാൻ കുറച്ച് ചോദിക്കാവേ. അപ്പോൾ വണ്ടിയെ പറ്റി ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് ദ പെർഫോമൻസ്? വണ്ടി അടിപൊളിയാണ്. ഞാൻ പിന്നെ എന്താണ് എക്സ്ട്രാ നമ്മളിപ്പോൾ ഇതിന് ഈ യാത്രയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ യാത്രയ്ക്ക് വേണ്ടി ചെയ്തത് ഈ ഫോഗ് ലാംപ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, മഞ്ഞത്തൊക്കെ യൂസ് ചെയ്യാലോ എന്ന് കരുതി. പിന്നെ ജെറിക്കാൻ അഡീഷണൽ ചെയ്തു, അത് മാത്രമേ ഉള്ളൂ, വേറെ അഡീഷണൽ ഒന്നും ചെയ്തില്ല. ഈ ടയറൊക്കെ നേരത്തെ തന്നെ മാറ്റി? ഇത് ഞാൻ വണ്ടി വാങ്ങിച്ചൊരു 4000 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേനും വാങ്ങിച്ചത്. ടയറും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ എല്ലാ ടയറിലും ഇറക്കി. താർ മരുഭൂമിയിൽ തന്നെ ഓടിക്കുക എന്നുള്ള ഒരു ഡ്രീമായിരുന്നു. അതും ചെയ്തു. സ്നോ ആണ് ആകെ പിടിവിട്ട് പോയ ഒരു സ്ഥലം. സ്നോ നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. എവിടെ വരെ പോയി സ്നോയിൽ? ഞങ്ങള് മറ്റേ നമ്മുടെ അടൽ ടണലൊക്കെ കഴിഞ്ഞ് സിസു വില്ലേജ് വരെയൊക്കെ പോയി. മണാലിയിൽ നിന്ന് കയറി? മണാലി എല്ലാ സ്ഥലങ്ങളിലും പോയി. കാശ്മീരും പോയിരുന്നു. അപ്പോൾ അവിടെ ഈ പറഞ്ഞ നമുക്ക് സ്നോയിൽ ഓടിക്കാൻ പറ്റാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കാണും അല്ലേ? നമ്മളങ്ങനെ പരിചയമായി വരാൻ താമസം എടുക്കും. എനിക്ക് എൻ്റെ അനുഭവം പറയാം. ഞാൻ ആദ്യമായിട്ട് സ്നോയിൽ ഓടിക്കുന്നത് ഇതുപോലെ തന്നെ ഷിംലയിൽ കുഫ്രി എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അന്ന് എൻ്റെ ഒരു ടവേര ഇവിടെ നിന്ന് ഓടിച്ച് പോയത് നമ്മളന്ന് ടവേര. അതെനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ 2005 ആയിരിക്കും. അപ്പോൾ അവിടെ വെച്ച് നമ്മളൊരു ഗൈഡിനെ, ഒരു പയ്യനെ പിടിച്ച് കയറ്റി. അത് ഗൈഡൊന്നും അല്ല, എന്നാലും ഭാഷ അറിയാമെന്ന്. അപ്പോൾ അങ്ങനെ പോയി സ്നോയിലേക്ക് എത്തുമ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ സ്നോയിൽ ഓടിച്ച് പരിചയമുണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ലോകം മുഴുവൻ ഓടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അതല്ല സ്നോയിലേ ഒരു കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ പേടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ സ്നോയിലേക്ക് എടുക്കുകയും സാധനം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്കാണ് ലെഫ്റ്റിലേക്ക് അങ്ങ് പോകും. ഒരു കൊക്ക അവിടെ. അയാൾ പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു പിടിക്കുമ്പോഴും വരുന്നില്ല, വണ്ടി വരില്ല. അപ്പോൾ അയാൾ ഞാൻ പറഞ്ഞു സോറി അയക്ക് കൊടുത്തു. കോൺഫിഡൻസ് എനിക്കും ഉണ്ടായിരുന്നു, പെട്ടുപോയായിരുന്നു. വളരെ ശ്രദ്ധിക്കണം, കാരണം നമുക്ക് ഒരു പരിതമല്ലാത്തൊരു സംഭവമാണ് ഈ സ്നോയിൽ ഓടിക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ നന്നായിട്ട് ഓടിക്കും, പിന്നെ നമ്മളങ്ങനെ ശീലിച്ചു. പക്ഷേ ആദ്യമൊക്കെ ആരുടെയും സഹായം തീർച്ചയായിട്ടും നല്ലതാണ്. എന്തൊക്കെയായിരുന്നു ഒരു വെല്ലുവിളി നേരിട്ടത് വണ്ടിയെ സംബന്ധിച്ച്? എന്തെങ്കിലും ഉണ്ടായോ? വെല്ലുവിളികളൊന്നും ഇല്ലായിരുന്നു വെച്ചിട്ട് എല്ലായിടത്തും എല്ലാ ടറനിലും നന്നായിട്ട് ഓടിക്കാൻ പറ്റി. പിന്നെ ഇതായ കാരണം ഈ ഹൈറ്റും ഇതെല്ലാം ഉള്ള കാരണം നമുക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു എല്ലായിടത്തും എത്താം എന്നുള്ളത്. പക്ഷേ ഇതിന്റെ ബാക്ക് സീറ്റ് കംഫോർട്ട് എങ്ങനെയുണ്ട്? കംഫോർട്ട് ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. അത് പ്രത്യേകിച്ച് നല്ല റോഡാണെങ്കിൽ കുഴപ്പമില്ല, അല്ല ഇച്ചിരി മോശം റോഡാണെങ്കിൽ കൂടുതലും ഇവിടെ കുറെ കഷ്ടപ്പെട്ടു ബാക്കിലേക്ക്. അതുപോലെ തന്നെ സാധനങ്ങൾ വെക്കാൻ ബൂട്ട് സ്പേസും കുറവല്ലേ? അത് ജിമ്മി ഉണ്ടല്ലോ, അപ്പൊ കമ്പയർ ചെയ്യാൻ അതിലേക്ക് വരുന്നത് പറഞ്ഞു അതിലേക്ക് എത്തിക്കാനായിരുന്നു. അതായത് നമ്മൾ ശരിക്കും ഒരു പക്ക 2 സീറ്റർ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. മൈലേജ് എന്ത് കിട്ടി? മൈലേജ് ഞങ്ങൾക്ക് ഒരു 12 അതൊക്കെ മാക്സിമം കിട്ടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതിന് മേലേക്ക് കിട്ടിയിട്ടില്ല. ഇതിന് ഇപ്പോൾ എടുത്തതിന് ശേഷമുള്ള മെയിൻ്റനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മെയിൻ്റനൻസ് കോസ്റ്റ് ഒരു 5000 റുപ്പീസൊക്കെയാണ് നോർമൽ. അവർ മറ്റേ ഒരു ആപ്പ് ഉണ്ടല്ലോ, വിത്ത് യു ഹമേഷ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ അത്യാവശ്യം കാര്യങ്ങൾ കാണിക്കും. അതിന് പുറമെ കുറച്ച് അഡീഷണൽ എന്തായാലും ഷോറൂമുകാർ കുറേ കുത്തിത്തിരിക്കും ഇതിൻ്റെ അകത്ത്. ഇത് നാട്ടിലുണ്ടായ ഒരു അനുഭവം. ഞാനിത് കൊണ്ടുപോകുന്നതിന് മുന്നേ ഒരു 3 പ്രാവശ്യം ഷോറൂമിൽ കാണിച്ചു. ഇതിൻ്റെ ബ്രേക്ക് ഡസ്റ്റിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു പുറകിൽ നിന്ന്. അപ്പോൾ അവർ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് മാറി, ബാക്കിൽ നിന്ന് പിന്നെയും ഈ സൗണ്ട് ഉണ്ട്. ബാക്കിൽ അവർ ക്ലീൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വണ്ടി വന്നു. 2 പ്രാവശ്യം ഇവളും കൊണ്ട് കാണിച്ചു, എന്നിട്ടും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലായിരുന്നു. ഞങ്ങൾ പഞ്ചാബിൽ പോയി വണ്ടി സർവീസ് ചെയ്തതിന് ശേഷം ആ സംഗതി ക്ലിയർ ആയി. അപ്പോൾ ഇവിടെ ഏത് സർവീസ് സെൻ്ററാണ്? വയലാട്ട് മഹീന്ദ്ര മൂവാറ്റുപുഴയിലാണ് കൊടുത്തത്. വയലാട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി മറ്റു പ്രശ്നങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ മറ്റേ ഡെഫിൻ്റെ ഇത് വാണിംഗ് കാണിച്ചിട്ടുണ്ട്, അതുള്ളൂ. അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. സേഫ് ആയിട്ട് ഞങ്ങൾ തിരിച്ചെത്തി. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു വണ്ടി വന്നത്. അപ്പം എന്തായാലും താറ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുമെന്നുള്ള ഒരു സംശയമില്ല. എന്തായാലും ഓഫ് റോഡ് താല്പര്യമുള്ളവർ എന്തായാലും അനുഭവിക്കേണ്ട വണ്ടിയാണ് താറ് ജിംനിങ്സ് ആണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇനി നിങ്ങൾ പോകേണ്ട നോർത്ത് ഈസ്റ്റ് ആണ്. നോർത്ത് ഈസ്റ്റ് വേറൊരു ടെറൈൻ തന്നെയാണ്, ഗംഭീരമായ. അതുവഴി വേണമെങ്കിൽ ഓടിച്ചാണെങ്കിൽ നേപ്പാൾ വഴിയൊക്കെ പോയി തിരിച്ചു വരാം. അങ്ങനെയുള്ള പരിപാടിയൊക്കെ സാധനമാണ് അല്ലേ? അപ്പോൾ ഹന്നയോട് ചോദിക്കാം ഇനിയിപ്പം ഡ്രൈവിൻ്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ഡ്രൈവ്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ 2 ദിവസമായുള്ളൂ ഞങ്ങൾ വന്നിട്ട്. പക്ഷെ ഇപ്പൊ രാവിലെ എണ്ണിക്കുമ്പോഴാണെങ്കിലും ഇത് ഏത് സ്ഥലമാണ്, ചിന്തയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഈ കാലാവസ്ഥ പ്രശ്നങ്ങളുണ്ടായോ? നല്ല തണുപ്പ്. എനിക്ക് ഓൾറെഡി വീസിങ്ങിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് തണുപ്പ്, ഞങ്ങളിവിടെ വണ്ടി ഫുൾ സെറ്റ് ആക്കിയാ കൊണ്ടുപോയി. നെബുലൈസേഷൻ ഉൾപ്പെടെ എല്ലാ മെഡിസിൻസും എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഡോക്ടറാണോ? ഞാൻ ഡോക്ടറും കൂടെ പോയ പിന്നെ എന്തോ. അപ്പൊ അവിടെ ചെന്ന് മണാലി വെച്ച് ചെറിയൊരു വീസിങ് ഉണ്ടായ ഒരു ഇഷ്യൂ ഉള്ളു. തണുപ്പിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് സ്നോ ആയിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പൊ തണുപ്പിന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അത് ഓവർകം ചെയ്ത് ശരിയായി വന്നായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് നല്ല തണുപ്പ് കിട്ടി. -14 വരെ പോയി. അപ്പോൾ ഈ റോഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ റോഡുകൾ നമുക്ക് ഒരിക്കലും അങ്ങനെ സ്പീഡൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിട്ടില്ല. അവിടെയൊക്കെ എത്ര സ്പീഡ് വരെയൊക്കെ എടുത്തു? എങ്ങനെ ഉണ്ടായിരുന്നു റോഡുകൾ? രാജസ്ഥാനിൽ നമുക്ക് ഒന്നും ചെയ്യണ്ട, വെറുതെ ഇങ്ങനെ പിടിച്ചിരുന്നാൽ മതി. ക്രൂസ് കൺട്രോൾ പിടിച്ചിട്ട് വെറുതെ ഇരുന്നാൽ മതി, വേറെ ഒരു കാര്യം ചെയ്യണം. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഹൈദരാബാദില് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇവനുമായിട്ട് പോയാൽ ഭയങ്കര സേഫായിട്ട് തോന്നും. കാരണം
ആൾക്കാർ അമ്മാതിരി ഹോണടിച്ച് നമ്മുടെ തല പൊളിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോ തോന്നും ഇതൊരു ഗ്രില്ലുണ്ടായിരുന്നു എല്ലാരും ഇടിച്ചിട്ട് പോയായിരുന്നു. ശരിയാ, വിറപ്പിക്കും. മിറർ ഇങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ടാണ് അതൊന്നും അറിയാൻ വയ്യ. ഈ പറഞ്ഞ പോലെ ട്രാഫിക് അവിടെ ഈ പറഞ്ഞ പോലെ അങ്ങനെ രണ്ട് സൈഡിലും മിറേഴ്സ് ഒക്കെ നോക്കി ഓടിക്കുന്നവരൊക്കെ വളരെ കുറവാണ് ഇപ്പോഴും. മറ്റൊന്നും ചുമ്മാ വന്ന് ഉരച്ചിട്ട് പോവല് അങ്ങനെയൊക്കെയുള്ള റാഷ് ഡ്രൈവിംഗ് ഒക്കെ. അതെ അതെ അതെ. പണ്ടൊരിക്കൽ യു പിയിൽ വെച്ചിട്ട് ഞാനൊരു ഉത്തർപ്രദേശിൽ നമ്മൾ ഒരിക്കൽ പോയപ്പോൾ അവിടെ ഒരാൾ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ അയാളുടെ പേര് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനത്തെ കുറേ പേരെ കണ്ടു, ഒരുപാട് അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചത്, ഞാൻ ചോദിച്ചത് എന്താ ഇത് നമ്പർ വേണ്ട, അപ്പോൾ നമ്പർ എന്തിനാ ഇവിടെ എഴുതുന്നത്, RC ബുക്കിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോഴും ഇന്ത്യയിലെ പല ഭാഗത്തുള്ള പ്രശ്നം. പക്ഷേ റോഡുകളുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഒരു വികസനമാണ് ഇപ്പോൾ ഇന്ത്യയിൽ. ഹൈദരാബാദും ഗുജറാത്തും ഒക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഹെൽമെറ്റ് വെക്കുന്ന എന്തോ വലിയ അപരാധം പോലെയാണ് അവരൊക്കെ വിചാരിക്കുന്നത്. അതെ, ഇതൊക്കെ മറ്റേ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങളും ഒക്കെ ആണല്ലോ. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കുഴപ്പമില്ല, എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തു ഞങ്ങള്. പക്ഷേ താമസമൊക്കെ നല്ല ഹോട്ടലുകളും എല്ലാം കിട്ടി. നമുക്ക് കാശ്മീരിൽ മാത്രമേ ഉള്ളൂ കുറച്ച്, അവിടെ കുറച്ച് ഈ സ്നോഫോൾ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് റേറ്റുകൾ കൂടുതലായിരുന്നു. പിന്നെ ബാക്കി എല്ലായിടത്തും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം. അത് അപ്പോൾ ഈ ഫാമിലി ആയിട്ട് ഓൾ ഇന്ത്യ ടൂർ പോകുന്നത് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു കാര്യമല്ല ഇപ്പം, അല്ലേ? ഒരു പ്രശ്നങ്ങളും ഇല്ല. അതേ ഉള്ളൂ. പെട്രോൾ പമ്പുകൾ നല്ല ടോയ്ലറ്റ് ഉണ്ടോ? സ്ത്രീകൾക്ക് പറ്റുന്ന ടോയ്ലറ്റ് ഉണ്ടോ? സ്ത്രീകൾക്ക് പറ്റുന്ന ടോയ്ലറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ. കാരണം അങ്ങോട്ടേക്ക് പുതിയ പമ്പുകൾ നോക്കി അങ്ങനെ സെലക്റ്റീവായിട്ട് കയറിയിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് നല്ല റെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ ഈ നായന്മാരുടെ പമ്പ് വന്നല്ലോ, നായര എന്ന് പറഞ്ഞിട്ട്, അവിടെ നല്ല ടോയ്ലറ്റാണ്. അത് അങ്ങോട്ടേക്കും കുറച്ച് നല്ല ടോയ്ലറ്റുകളാണ്. പിന്നെ ചില ടോയ്ലറ്റുകൾ ഈ ഇന്ത്യൻ ടോയ്ലറ്റുകൾ അങ്ങനെയുള്ള ചില ടോയ്ലറ്റുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളാണെങ്കിൽ എല്ലാ ടോയ്ലറ്റ് സീറ്റ് കവറുകൾ, സാനിറ്റൈസർ, ടോയ്ലറ്റ് സാനിറ്റൈസറുകൾ, പെപ്പർ സ്പ്രേ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യയെ പറ്റി ഒരു ഭീകരമായ ഒരു പേടിയൊക്കെ മനസ്സിൽ വന്നിരുന്നോ? എല്ലാവരും പറഞ്ഞു പേടിപ്പിച്ചു ആണല്ലേ? പിന്നെ യൂട്യൂബുകളിലും പല വീഡിയോകളും നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ. അതെന്താ നമ്മൾ തോന്നിയ ദിവസം കാണിച്ചാൽ തിരിച്ചും തോന്നിയ ദിവസം കാണിക്കുന്നല്ലാതെ വേറെ കാര്യം ബാക്കി വണ്ടി ഓടിച്ചു പോയ ഒരു കുഴപ്പമില്ല. ഇമ്മാനുവലിന് ഒരു പേടിയില്ല. കാരണം ഇമ്മാനുവലിൽ എല്ലാ കാര്യത്തിനും മുന്നോട്ട് പോവാം. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്കാണെങ്കിൽ അടൽ ടണൽ കഴിഞ്ഞിട്ട് ആ സിസു പോകുന്ന വഴി കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം അങ്ങോട്ടേക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള വണ്ടികൾ മാത്രമേ കേട്ട് വിടുന്നുള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാരില്ല. അപ്പൊ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ വല്ല സ്നോഫോളും വരുമ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുന്ന എനിക്ക് പേടിയായിരുന്നു. എനിക്ക് പോയപ്പോഴേ ചെറിയ പേടി ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ ഇമ്മാനുവലിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല എന്നുള്ളൊരു ഇത്. ദൈവഭയം കൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പല വണ്ടികളും കാണുമ്പോൾ നമ്മുടെ താറിൻ്റെ അടുത്ത് വന്ന് നിർത്തി. പിന്നെ നമ്മുടെ വണ്ടി കൊണ്ട് നമുക്ക് അവിടുത്തെ കാശ്മീരി 3 വണ്ടികൾ ടോ ചെയ്തെടുക്കാൻ പറ്റും. ശരി ആണല്ലേ? ശരി നമ്മൾ രക്ഷിച്ചു. എന്തായാലും ഈ പറഞ്ഞല്ലോ നമ്മളൊന്നും പേടിക്കാനില്ല. ഇപ്പൊ ഇപ്പൊ സ്നോയിൽ പെട്ടുപോയാലും അവിടെ മുഴുവൻ പട്ടാളക്കാരാണ്. അവരെ നമ്മളെ വിളിച്ച് ക്യാമ്പിൽ കൊണ്ടുപോവുകയും എല്ലാവരും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയൊന്നും പേടിക്കണ്ട, ഇന്ത്യയിലൊന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് ഓടിക്കാം. പഴയ കാര്യങ്ങളൊന്നുമില്ല. പണ്ടൊക്കെയാണ് നമ്മൾ കുറച്ച് മോശം വഴികളുണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല, എല്ലാം നല്ല ഗംഭീരമായി. എത്ര കിലോമീറ്റർ നമ്മൾ ടോട്ടൽ ഓടിക്കാണും? നമ്മളെന്തായാലും ഒരു 11,500 മേലെ ഓടിയിട്ടുണ്ടെന്നാണ്. ആണല്ലേ? മീറ്റർ ഫുള്ള് നോക്കിയില്ല, എന്തായാലും അതിന് മേലെ ഓടിയിട്ടുണ്ട്. എത്ര ഫ്യൂൽ കോസ്റ്റ് വന്നു കാണും എല്ലാം കൂടി? എന്തായാലും ഒരു 130,000 മേലെ ആയിട്ടുണ്ട്. ഒരു 1,30,000 രൂപ ഫ്യൂൽ കോസ്റ്റ് എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായിട്ട് അടുത്ത യാത്ര പോകട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു മേഡം. താങ്ക് യു. അപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ആവേശമായിരുന്ന വാഹനം എന്ന് വിളിക്കാവുന്ന ഹോണ്ട സിവിക്കിൻ്റെ ഓണറാണ് ഇനി നമ്മോടൊപ്പം. നമസ്കാരം, പേര്? ഷിബു. നല്ല ഭംഗിയായിട്ട് നല്ല മാറ്റ് ഫിനിഷിൽ ഒക്കെ ആണ് ഇതിൻ്റെ ഒരു പെയിൻറ്റ് വന്നിരിക്കുന്നത്. ഇത് മറ്റേ റാപ്പ് ചെയ്താണോ? ഇത് മാറ്റ് PPF ചെയ്തു. മാറ്റ് PPF ചെയ്തു. ഓക്കെ. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നിറം തന്നെ ആയിരുന്നു? ഈ നിറം തന്നെയായിരുന്നു. ശരി. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാൻ ഡെന്റിസ്റ്റാണ്. എവിടെ? എൻ്റെ സ്വന്തം ക്ലിനിക്ക് ഇവിടെ ചുള്ളിക്കൽ. ശരി. എന്താ പേര് ക്ലിനിക്കിൻ്റെ? ഔട്ട്ലുക്ക് എന്നാണ് ക്ലിനിക്കിൻ്റെ പേര്. ആണല്ലേ? അവിടെ ചെന്നാൽ പല്ലിലും ഇതുപോലെയൊക്കെ ഭംഗിയുള്ള BPF ഒക്കെ ചെയ്തു തരും അല്ലേ? പിന്നെ ഓഫ് കോഴ്സ്. അപ്പോൾ എത്ര കാലമായി ഇത് എടുത്തിട്ട്? ഇത് ഇപ്പം 5 വർഷം. 5 വർഷം.
അപ്പോൾ സെക്കൻഡ് ഹാൻഡ് എടുത്താ? അല്ലല്ല, പുതിയ വണ്ടി എടുത്തു. 5 വർഷം മുമ്പ് 19 അവസാനിച്ചത് അപ്പോൾ തന്നെ എടുത്തു. സാധാരണ അവസാനിക്കുമ്പോൾ ആരും എടുക്കാറില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ 19 ഇപ്പം എൻ്റെ ഒരു റിറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു വണ്ടി എടുക്കണം എന്നുള്ള പ്ലാനിൽ നിൽക്കുമ്പോഴാണ് ഒരിക്കൽ ഈ ഒരു യൂറോപ്പ് ടൂർ പോയത്. അപ്പോൾ ഈ സിവിക്ക് നമ്മൾ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി സ്വിറ്റ്സർലൻഡിന്റെ പശ്ചാത്തലത്തിലേക്ക് കണ്ടപ്പോഴത്തേക്കും അല്ലേ, സ്കോട്ട്ലൻഡിൽ വെച്ചിട്ടാണ് ഇത് കാണുന്നത്. സ്കോട്ട്ലൻഡിൽ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു അപ്പിയറൻസ്, അങ്ങനെ വന്നിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഇതിന്റെ പറയുന്നത് മൈലേജിന്റെ ഒരു പ്രശ്നമൊക്കെ ആയിരുന്നു. മൈലേജിന്റെ ഇപ്പൊ ഇതിനിപ്പം എന്ന് പറഞ്ഞാൽ ആവറേജ് സിറ്റിയിൽ 11-12 മൈലേജ് ഉണ്ട്, ലോങ്ങിൽ 13-14 വരെയൊക്കെ മൈലേജ് കിട്ടും. എങ്കിലും ഇത് എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അറിയാമായിരുന്നു ഇത് നിന്ന് പോകാൻ പോവാണ്, ഈ പ്രൊഡക്ഷൻ നിൽക്കുകയാണെന്നുള്ളത് ആണല്ലേ? ആ ടെൻഷൻ ഒന്നും ഉണ്ടായില്ല? ഇല്ല. ഓക്കെ, എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം എന്തായിരിക്കും ഇതില്? ട്രാവലിംഗ് വളരെ സുഖമാണ്. അത്ര എന്താ പറയുന്നത്, തിരക്ക് പിടിച്ചൊന്നും പോകാനില്ല എന്നുണ്ടെങ്കിൽ കാരണം ഇപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ ഒക്ടേവിയ പോലെയുള്ള ഒരു പെർഫോമൻസ് ഒന്നുമില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്. അതാണ് പിന്നെ ഇതിൻ്റെ ആ ഒരു അപ്പിയറൻസ് തീർച്ചയായിട്ടും അതിഗംഭീരമായ ലുക്കാണ് ഇതിന്. ഈ പറഞ്ഞ പോലെ പല വാഹനങ്ങളും നമ്മളിപ്പോൾ കഴിഞ്ഞ റാപ്പിഡ് ഫയർ പറയുന്നത്, പല വാഹനങ്ങളും നമ്മളിത് നിന്ന് അവസാനിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രാധാന്യവും അല്ല അതിൻ്റെ ഒരു ഗുണമൊക്കെ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു സിവിക്ക് ഇപ്പോഴാണ് ഏറ്റവും ആൾക്കാരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു ആഗ്രഹമായിട്ട് നിൽക്കുന്നത്. സെക്കൻഡ് ഹാൻഡൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഹൈവേയിൽ എന്ത് മൈലേജ് കിട്ടുന്നുണ്ട്? 13. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്കാണ്. എന്താണ് ഇതിൻ്റെ അത് ഉണ്ടായിരുന്നെങ്കിലും തോന്നിയൊരു ഫീച്ചർ? അങ്ങനെയൊന്നുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ കംഫർട്ടബിൾ ആണ്. പിന്നെ പലപ്പോഴും തോന്നാറില്ല ഇതിൻ്റെ ഹെഡ്ലൈറ്റ്, അതായത് ഇസഡെക്സിന് കുഴപ്പമില്ല, ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് ആണല്ലേ? ലൈറ്റ് കുറവാണെന്നോ? അത് ശരി. അതിലൊന്നും ചെയ്യാൻ ശ്രമിച്ചില്ല? അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചില്ല. ലോങ് ഡ്രൈവ് ഒക്കെ പോകാറുണ്ടോ? ഉണ്ട്, അത്യാവശ്യം പോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, മാക്സിമം ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ലോങ് ഡ്രൈവിലുള്ള? കംഫർട്ടബിൾ ആണ്, നല്ല ബ്രേക്കിംഗ് ആണ്. ഫാമിലി ആയിട്ടൊക്കെ ഫാമിലിയായിട്ട് തന്നെ പോകാം. ശരി. എത്ര ഓടിക്കാണ് ഇപ്പോൾ? ഇപ്പോൾ 70-അടുത്തായി. എത്ര രൂപയ്ക്ക് അത് വാങ്ങിച്ചത് ആ സമയത്ത്? അന്ന് 23 അന്നും. 5 വർഷം 23 വെച്ചാൽ വേണമെങ്കിൽ ഒരു ബെൻസിലൊക്കെ എത്താമായിരുന്നു അല്ലേ? ഏകദേശം ഒരു ബെൻസിലൊക്കെ ഒരു C ക്ലാസ്സിലോ ഒക്കെ എത്താവുന്ന ഒരു അവസ്ഥയിലാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ എപ്പോഴെങ്കിലും ഇത് വാങ്ങിച്ചതിന് ഒരു റിഗ്രറ്റ് ഉണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ? ഇല്ല. ഇത് കൊടുക്കാനും പ്ലാനില്ല. ഇല്ല. ശരി. അതുപോലെ നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ ഒരു പഴയ ബുള്ളറ്റ് കയ്യിലുണ്ടെന്നുള്ള കാര്യം. അത് ഏത് മോഡലാണ്? അത് 69 മോഡൽ. അത് ശരി. അത് ആരുടെ നിന്ന് വാങ്ങിച്ചത്? അച്ഛൻ്റെ വണ്ടിയാണ്. സ്വന്തം? അതായത് സിംഗിൾ ഓണറാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും? 54-55 വർഷമായി അല്ലേ? അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നു ആണോ? അതിപ്പോൾ അച്ഛൻ എവിടെ നിന്ന് വാങ്ങിച്ചതാണ്? ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണോ? അതോ? അല്ലല്ല, അച്ഛൻ അന്ന് കേരളത്തിൽ തന്നെ വാങ്ങിച്ചു. ആണല്ലേ? പുതിയതായിട്ട് വാങ്ങിച്ചത്. എന്ത് വില അയക്കണം വല്ലതും ചോദിച്ചിട്ടുണ്ടോ? അന്നത്തെ വില ഞാൻ ചോദിച്ചിട്ടില്ല അല്ലേ? ശരി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഹെവി അല്ലേ? മെയിൻ്റനൻസ് ഹെവി ആണെന്നുള്ളതല്ല, അതിന് നല്ല മെക്കാനിക്സിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും ഒക്കെ മറ്റേ മാനുവൽ ആയത് കാരണം, മറ്റേ പ്ലാറ്റിനം പോയിന്റ് ആയത് കാരണം അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇന്ന് വളരെ കുറവാണെന്നുള്ളതാണ്. ശരി. പാർട്സ് കിട്ടാനുണ്ടോ? പാർട്സൊക്കെ അവൈലബിൾ ആണ്. അതേ ക്വാളിറ്റി ഉള്ളത് കിട്ടാനുണ്ടോ? അതൊക്കെ അധികം UK എന്നൊക്കെ ഉള്ളതായിരിക്കുമല്ലോ അതിൻ്റെ പാർട്സ് അല്ലേ? അതെ, അതിൻ്റെ റിമൊക്കെ ഇപ്പോഴും ഒറിജിനൽ റിമൊക്കെ. അത് നമുക്കൊരു വീഡിയോ നമുക്ക് അതിനെപ്പറ്റി ചെയ്യണം കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ടോ? സ്ഥിരമായിട്ടൊന്നല്ല. എൻ്റെ കയ്യിൽ വേറൊരു ബുള്ളറ്റ് ഉണ്ട്, പുതിയ ബുള്ളറ്റ് ഉണ്ട്. അപ്പം അവനെ ഇങ്ങനെ അത്യാവശ്യമുള്ള സമയത്തൊന്ന് ഇറക്കും, തിരിച്ച് കയറ്റി വയ്ക്കും. അപ്പോൾ ചോദിക്കാൻ എളുപ്പമുള്ളൂ ഈ രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ എങ്ങനെയാണ് പുതിയതും പഴയതും? അല്ലല്ല, പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഡ്രൈവിംഗ് സ്റ്റൈലുണ്ട്. അതൊരിക്കലും ഒരു ഹറി ഡ്രൈവിങ്ങിനൊന്നും റൈഡിങ്ങിനൊന്നും പറ്റുന്നതല്ല. വളരെ റിലാക്സ്ഡ് ശബ്ദം കേൾപ്പിച്ച് ഇങ്ങനെ പോവാ. പിന്നെ ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, ആ രീതിയിൽ ഉപയോഗിച്ചാൽ അത് അതിൻ്റെ ഒരു ഇതുള്ളൂ. അല്ലാതെ വളരെ സ്പീഡിൽ പോകുക അങ്ങനത്തെ പരിപാടികളൊന്നും അതിൽ നടക്കില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പഴയ വണ്ടികളും പുതിയ വണ്ടികളും തമ്മിൽ ഈ വെയിറ്റിൻ്റെ ഒക്കെ വലിയ വ്യത്യാസം, ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴത്തെ വണ്ടികൾ കുറയുന്നു. അത് ഓടിക്കുമ്പോൾ തോന്നാറുണ്ട്? ഞാനത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. പുതിയ വണ്ടികൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ആവശ്യം, ഇപ്പോൾ ബ്രേക്സ് ഒരിക്കലും മറ്റേ പഴയ ബുള്ളറ്റിൻ്റെ ഇതും തമ്മിൽ ഇപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിൽഡ് ക്വാളിറ്റി ഒന്നും എനിക്കിപ്പോൾ പുതിയ വണ്ടിയുടെ ഇപ്പോൾ വരുന്ന ഈ RE റീബോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ലത് തന്നെയാണ്. അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ബിൽ ക്വാളിറ്റി അല്ല, സോറി, ഇതിൻ്റെ മെയിൻ്റനൻസിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയുണ്ട് മെയിൻ്റനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ? മെയിൻ്റനൻസ് കോസ്റ്റ് എന്താ പറയുന്നത്, എനിക്ക് ഇതേവരെയുള്ള എക്സ്പീരിയൻസിൽ ഒരു ബിലോ 10,000 ആണല്ലേ? നോർമൽ സർവീസിനൊക്കെ എന്തെങ്കിലും കാര്യമായ പണി വന്നിട്ടുണ്ടോ? ഇല്ല. 5 വർഷം കഴിഞ്ഞ് 70,000 ആയിട്ടും പ്രത്യേകിച്ച് അത് ഹോണ്ടയുടെ ഒരു കാര്യമാണ്, പിന്നെ അങ്ങനെയൊന്നും വരാനില്ല അല്ലേ? വരാനില്ല. അപ്പോൾ ഇത് വിൽക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ, പക്ഷേ എങ്കിൽ പോലും മറ്റൊരു വണ്ടിയിലേക്ക് എത്തുകയാണെങ്കിൽ അതാണ് മനസ്സിലുള്ളത്. എൻ്റെ ഒരു റിറ്റ്സ് ഉണ്ടായിരുന്നു റൂട്ടീൻ കമ്മ്യൂട്ടിന് വേണ്ടി. അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു ബജറ്റ് EV
EV-യിലൊക്കെ ഉള്ള നോക്കിക്കൊണ്ട് EV-കൾ ഓടിച്ചിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട്. എന്താണ് EV ഓടിച്ചപ്പോൾ തോന്നിയത്? പ്രത്യേകിച്ച് ഇതുപോലെ അത്യാവശ്യം കൊള്ളാവുന്നൊരു പെർഫോമൻസ് ഉള്ള പെട്രോൾ വണ്ടിയിൽ നിന്നും EV-യിലേക്ക് മാറുമ്പോൾ ഉള്ള വ്യത്യാസം? ഡ്രൈവിംഗ് ഓഫ് കോഴ്സ് കംഫർട്ടബിൾ ആണ്. എന്താ പറയുന്നത്, എനിക്ക് വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്കിലും പലപ്പോഴും പറയുമല്ലോ ഒരു ജീവൻ ഇല്ല EV ആകുമ്പോൾ, അങ്ങനെ തോന്നിയോ? അല്ല, അങ്ങനെ അതൊക്കെ നമ്മൾ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടുന്നു. അതേറെ ഇതൊന്നും തോന്നി. അപ്പോൾ EV ആണ് ഏതാണ് മനസ്സിലുള്ളത്? അല്ല, ഞാനിപ്പോൾ ഒരു ഈ പറയുന്ന പോലെ ഒരു ടിയാഗോ EV അതിൽ തുടങ്ങാണ് അല്ലേ? അന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരണം. ശരി. അപ്പോൾ ഈ ഡോക്ടർ ഡ്രിവൺ എന്ന് പറയുന്ന വണ്ടികൾക്ക് എപ്പോഴും ഒരു എന്താ റീസെയിൽ വാല്യൂ കൂടുതലുണ്ട്. അത് സത്യമാണോ? അങ്ങനെ ഒരു അതങ്ങനെ നമ്മളും കേൾക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് ഓടിക്കുള്ളൂ എന്നുള്ളതാണ്? അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ എന്താ പറയുന്നത്, എൻ്റെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന 2 വണ്ടി 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡോക്ടർ ഡ്രിവൺ ഏറ്റവും കൂടുതൽ ഓടിച്ചാളാ. അപ്പൊ ഇതിപ്പോ 70ആയി. ഇത് 70ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ മറ്റേ റിച്ച് ആണ് കൂടുതൽ ഓടിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയൊന്നുമില്ല. അതുപോലെ ഡോക്ടർമാരെ മെയിൻ്റനൻസ് കാര്യമായിട്ട് നോക്കി ചെയ്യുന്ന അങ്ങനെ ഒരു ഇതുണ്ടോ? അല്ല, അങ്ങനെയല്ല. നമ്മൾ കറക്റ്റ് സമയത്ത് അതിപ്പോ എന്താ പറയുന്നത്, സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റ് സമയത്ത് അതിന്റെ മെയിൻ്റനൻസ് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വീട്ടിൽ മുതൽ വണ്ടികൾ ഭയങ്കര താല്പര്യമുള്ള, ഫാദറിനൊക്കെ വണ്ടി ഭയങ്കര താല്പര്യം. അപ്പം വണ്ടി നമ്മൾ നന്നായിട്ടും കൊണ്ടുവരും. ഫാദർ ഡോക്ടറായിരുന്നോ? അല്ല, ഫാദർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ. ശരി. ശരി. അതുള്ള റിട്ടയർഡ് ഒത്തിരി കാലമായി? ശരി. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ EV-യിലേക്ക് എത്തുന്ന ഒരാളെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ പലപ്പോഴും ഈ റാപ്പിഡ് ഫയറിൽ വരുന്നവരോട് EV-യെ പറ്റി ചോദിക്കുമ്പോൾ വാങ്ങിക്കാൻ സമയമായിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പൊതുവേ ആൾക്കാർ ഞാൻ വാങ്ങിക്കാൻ പോകണമെന്ന് പറയുന്നൊരു കുറവായിരുന്നു. പക്ഷേ EV ഉപയോഗിക്കുന്നവരെല്ലാവരും പറയുന്നുണ്ട് EV ആയിരിക്കും തുടർന്ന് ഉപയോഗിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാലം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഗംഭീരമായി ഭംഗിയായി കൊണ്ടു നടക്കുന്ന സിവിക്കാണ്. ഇത് എവിടെയെങ്കിലും കണ്ടാൽ മനസ്സിലാക്കുക നമ്മുടെ ഡോക്ടറിൻ്റെ ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഹാപ്പി മോട്ടറിങ്. അപ്പോൾ നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നൊരു i10 ഉടമയാണ്. നമസ്കാരം. പേര്? മായ. എന്ത് ചെയ്യുന്നു മായ? ഞാൻ ഹൗസ് വൈഫാണ്. കടോദ്രയിലാണ്. ഇത് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2012 മോഡലാണ്. സെക്കൻഡ് ഹാൻഡ് മേടിച്ചത്. ആക്ച്വലി ഇത് മേടിക്കാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 കുട്ടികളുണ്ട്. അവരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാനും പിക്കപ്പ് ചെയ്യാനും ഏറ്റവും എളുപ്പം ഒരു ടോൾ ബോയ് സീറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ അറിയാം. ടോൾ ബോയ് സീറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം സാങ്കേതികമായിട്ടൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ സർഫ് ചെയ്ത് വരുമ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കിട്ടിയത് i10 ആണ്. അപ്പോൾ ഇതിന്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഹസ്ബൻഡിന്റെ ഒരു സഹായം ഇല്ലാതെ എടുത്ത്? ഇല്ല, അങ്ങനെ എൻ്റെ ഓൺ ഒപ്പീനിയനിൽ ഞാൻ സെലക്ട് ചെയ്തതാണ്. ഞാനൊരു 2 വീലർ ഓടിക്കുന്ന ആളായിരുന്നു. കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സെലക്ഷനിൽ ഞാൻ എത്തിയത്. പിന്നെ ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാം. സിറ്റി യൂസിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ്, ലേഡി ഡ്രൈവേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാർ i10 ആണ്. അതിപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് അതേ അഭിപ്രായം തന്നെയാണോ? സെയിം അഭിപ്രായം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നമാണ് ഞാൻ കേട്ടിരിക്കുന്നത്, ഇതിന് മൈലേജ് കുറച്ച് കുറവാണ്. ബട്ട് എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ ഇൻ ആൻഡ് അറൗണ്ട് കടോന്തറ മാത്രമേ കറങ്ങുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മൈലേജിനെ പറ്റി അധികം വറീഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലേഡി ഡ്രൈവേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയായിരിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സീറ്റിന്റെ ഹൈറ്റ് തന്നെയാണ് അല്ലേ? ഹൈറ്റ് നമുക്ക് വിസിബിലിറ്റി കൂടുതലാണ് എല്ലായിടത്തേക്കും. സോ ദാറ്റ് നമുക്ക് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതിന് AC ബെസ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാബിൻ കൂളാവും. അപ്പോൾ ഇത് എടുക്കുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ഓടിച്ച് നോക്കിയിട്ടുണ്ടോ അതോ ഇത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു? എൻ്റെ ഒരു റിലേറ്റീവിന് i10 ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായത്. വീട്ടിൽ വേറെ ഹസ്ബൻഡ് ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ ഏതൊക്കെയാണ്? ഹസ്ബൻഡ് ഉപയോഗിക്കുന്നത് മെർസിഡീസ് ബെൻസ് ഉണ്ട്, പിന്നെ അക്കോർഡ് ഉണ്ട്, ഒരു i20 ഉണ്ട്. i20 എലൈറ്റ് i20 ആണ്. അപ്പോൾ അത് എൻ്റെ മദർ ഇൻ ലോ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്കൊരു ഓപ്ഷനിലേക്ക് വന്നത്. ഈ പറഞ്ഞ മറ്റു വണ്ടികളൊക്കെ ഓടിക്കാറുണ്ടോ? ഓടിക്കാറുണ്ട്. ബട്ട് എൻ്റെ സിറ്റി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് i10. ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ? ഈ സീറ്റ് ഹൈറ്റ് തന്നെയാണോ? സീറ്റ് ഹൈറ്റ് തന്നെയാണ്. ടോൾ ബോയ് സീറ്റ് ആയതുകൊണ്ടാണ്. എൻ്റെ അച്ഛൻ വാഗണർ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം അച്ഛൻ്റെ വണ്ടിയിൽ ആ വിസിബിലിറ്റി നോക്കിയിട്ടാണ് എനിക്ക് ഇതിലേക്ക് വരണം എന്നൊരു താല്പര്യവും കൂടെ ഉണ്ടായിരുന്നത്. ലൈക്ക് നമുക്ക് ഫ്രണ്ട് വ്യൂ ക്ലിയർ ആയിരിക്കും. എന്തെങ്കിലും ഒരു ഫീച്ചർ കൂടെ ഉണ്ടായിരുന്നെങ്കിലും തോന്നി എന്തെങ്കിലും ഉണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സ്പെസിഫിക് ആയിട്ട് ഓൺ ദ ഹോൾ എനിക്ക് എൻ്റെ യൂസിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇത് തന്നെയാണ്. എത്ര കാലം ഇപ്പോൾ എടുത്തിട്ട്? ഇതൊരു 2-3 മാസമായി. അത്രേ ഉള്ളൂ? എത്ര രൂപ കൊടുത്തു? ഇതൊരു 3 lakhs കൊടുത്തു. 3 lakhs. നമ്മൾ ചേഞ്ച് ചെയ്തത് ഇവിടെ സീറ്റ്സ് മാത്രം ചേഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ. വേറെ ഇതിന്
വേറെ ഒന്നും ചെയ്തിട്ടില്ല. സിംഗിൾ ഓണർ ഓടിച്ചിരുന്ന വണ്ടിയാണോ? അല്ല, സെക്കൻഡ് ഹാൻഡ് ഓണറാണ് ഞാൻ. ഇത് എത്ര ഓടിക്കാണ് ഇപ്പോൾ? ഇപ്പൊ ഏകദേശം ഒരു 25,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം സർവീസ് ചെയ്തിട്ടുണ്ടോ? ഹുണ്ടായുടെ ഫുൾ സർവീസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എന്ത് പൈസയായി കാണും, ഓർമ്മയുണ്ടോ? അത് ഏകദേശം ഒരു 3,000 റുപ്പീസിനുള്ളിൽ അത്രേ ആയിട്ടുള്ളൂ. എങ്കിലും ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ പുതിയ കുറേ വണ്ടികൾ വരുന്നുണ്ട്, ഭയങ്കര എന്താ ഗ്ലാമറസ് വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ കുട്ടികളെ ഡ്രോപ്പ് ആൻഡ് പിക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് എൻ്റെ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാറിലേക്ക് ഞാൻ മൂവ് ചെയ്തത്. എങ്കിലും ശ്രദ്ധിച്ച വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും അടുത്ത കാലത്ത് ശ്രദ്ധിച്ച കൊള്ളാമല്ലോ എന്ന് തോന്നിയൊരു മോഡൽ വോൾവോ XC40. അതിന്റെ ആ ഒരു കോമ്പാക്റ്റബിലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ലൈക്ക് ഒന്ന് ഓടിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. അതുപോലെ തന്നെ ഇത്ര ചെറിയ ദൂരം ഇത്ര ചെറിയ ഓട്ടോ ഒക്കെ ഉള്ളെങ്കിൽ ഇലക്ട്രിക് കാർ പറ്റുമല്ലോ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഇലക്ട്രിക് കാറിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ്. അപ്പം ചാർജിങ് സ്റ്റേഷൻ്റെ ഒരു വലിയ ഇഷ്യൂ ഉണ്ട് അവിടെ. അപ്പം അതുകൊണ്ട് ഇലക്ട്രിക് വണ്ടി അത്ര താല്പര്യമില്ല. ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? ഓടിച്ചു നോക്കിയിട്ടില്ല. ഇല്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് കുറേ കാലം ഇനി ഓടിച്ചുകൊണ്ട് നടക്കുമെന്നാണ് അല്ലേ? ഇതങ്ങനെ ഉപേക്ഷിക്കാൻ സാധ്യത ഒട്ടുമില്ല. തന്നെയല്ല, വളരെ കുറച്ച് 25,000 ഓടിയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല, സർവീസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് വരാനില്ല അല്ലേ? അപ്പോൾ ഹസ്ബൻഡ് ഓടിക്കാറുണ്ടോ ഇത്? ഹസ്ബൻഡ് ഓടിക്കാറുണ്ട്. എന്താണ് അഭിപ്രായം? ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ കാറായതുകൊണ്ട് കുറച്ചുകൂടെ ഈസി പാർക്ക് ചെയ്യാം എല്ലായിടത്തേക്കും. ഇൻ കേസ് എനിക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും സ്കൂൾ ഡ്രോപ്പ് ആൻഡ് പിക്കപ്പിന് ഹസ്ബൻഡ് യൂസ് ചെയ്യാറുണ്ട് ഈ വണ്ടി. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ അമ്മ ഉപയോഗിക്കുന്നുണ്ട് ഐറ്റൺ. ഇതിൻ്റെ തൊട്ട് മുന്നിലത്തെ ജനറേഷനാണ്, ഏറ്റവും പുതിയതല്ല. ഞാനത് ഓടിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നത് നല്ല ഒരു എന്താ സേഫ്റ്റി ഫീൽ ഉള്ള ഒരു വണ്ടി. ചെറിയതാണെങ്കിൽ നല്ല വെയിറ്റ് ആണ്, ബോഡി വെയിറ്റ് ഒക്കെ നമുക്ക് നന്നായിട്ട് തോന്നും. നമ്മൾ മറ്റ് പല വലിയ വണ്ടികൾ ഓടിക്കുന്നതിനുള്ള ബോഡി വെയിറ്റ് തോന്നും. പക്ഷേ ഈ പറഞ്ഞ മൈലേജ് ഒരു പ്രോബ്ലം ആണ്. ഞാൻ അത്ര കൺസേൺഡ് അല്ല. അപ്പോൾ എന്നാലും ഒരു XC40ലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, കുറച്ച് പൈസ ഉടനെ മുടക്കേണ്ടി വരും. XC40ലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കുറച്ച് കാലം കൂടി ഓടിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. XC40ക്ക് കൊണ്ട് ഇപ്പോൾ റീചാർജ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇലക്ട്രിക് ഉണ്ട്, അതും ഓടിച്ച് നോക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്നാലും കുട്ടികളും ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഐറ്റൺ എന്ന് പറയുന്നത് ശരിക്കും സിറ്റി ഡ്രൈവിന് ഏറ്റവും പറ്റുന്ന വാഹനമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഒരു സ്ത്രീ തന്നെയാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. നല്ല സീറ്റ് ഹൈറ്റ് ഉണ്ട്, വിസിബിലിറ്റി ഉണ്ട്, സേഫ്റ്റി ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. അതല്ല ഈ വാഹനം തരുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡിൻ്റെ പോലും വില എന്ന് പറയുന്നതും വളരെ കൂടുതലൊന്നും അല്ല, അഫോർഡബിൾ വിലയ്ക്ക് ഇപ്പോഴും നല്ല സെക്കൻഡ് ഹാൻഡ് ഐറ്റനുകൾ കിട്ടും. സ്ത്രീകൾ തീർച്ചയായിട്ടും നോക്കാവുന്ന വാഹനമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഷെയറിങ് യുവർ തോട്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പടം കൂടെ എടുത്ത് വരിക. ഓക്കെ.